ദൈവദൂതന്മാരുടെ ആ ഒരു അഹങ്കാരം, അവരുടേതാകുന്ന അഹങ്കാരം അവരെ പിശാചുക്കളാക്കി മാറ്റി. എന്നാൽ മനുഷ്യന്റെ താഴ്മ അവരെ ദൈവത്തിന്റെ ദൂതന്മാരാക്കി മാറ്റുന്നതാണ്. ദൈവദൂതന്മാരുടെ അഹങ്കാരം അവരെ പിശാചുക്കളാക്കി മാറ്റിയെങ്കിൽ മനുഷ്യന്റെ താഴ്മയും വിനയവും അവനെ ദൈവദൂതന്മാർക്ക് തുല്യരാക്കി മാറ്റുന്നു എന്നാണ് സെന്റ് അഗസ്റ്റിൻ പറയാൻ തക്കൊണ്ട് ഇവിടെയായിത്തീർന്നു. ആ നിത്യവിളിയുടെ പൂർത്തീകരണത്തിൽ നമ്മൾ യോഗ്യരായി തീരുവാൻ തക്കവണ്ണം ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പൗലോസോടെ പറയുന്നു, നിങ്ങൾ ആ വിളിക്ക് യോഗ്യരായി എണ്ണുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേസമയം തെസ്സലോനിക്കർക്ക് 1-ാം ലേഖനത്തിൽ താൻ പറഞ്ഞ വാക്യമാണ് 2-ാം അധ്യായത്തിന് 11-12 വായിച്ചത്. ദൈവത്തിന്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടക്കാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു. അപ്പോ ഇവിടെ പറയുകയാണ് എങ്ങനെയാണ് ദൈവത്തിന്റെ വിളിക്ക് യോഗ്യമായി നടക്കേണ്ടതെന്ന് പറയും. അപ്പൊ ആ വിളിയിൽ നമ്മൾ യോഗ്യരായി തീരണമെങ്കിൽ, കൃപയാൽ ലഭിച്ച വിളി, ആ വിളിയുടെ പൂർത്തീകരണത്തിലെത്താൻ നമ്മൾ യോഗ്യരായി തീരുവാൻ നാം ദൈവത്തിന്റെ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം. അത് ഞാൻ നിങ്ങളോട് ഉപദേശിച്ചിട്ടുണ്ട് എന്ന് പൗലോസ് പറയുകയാണ്. കുറെ കൂടെ വ്യക്തമായി ദൈവത്തിന്റെ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കേണ്ടത് എങ്ങനെയാണെന്ന് എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം. എഫേസ്യർ 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള ചില കാര്യങ്ങൾ, എന്നാൽ വളരെ നമുക്ക് ലളിതമായി തോന്നുന്നതും നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് നമ്മൾ കരുതുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങളാണ് എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഞാനൊന്ന് വേഗത്തിൽ അത് വായിക്കാം. 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുകയും എന്ന് പൗലോസ് പറയുകയാണ്. അപ്പോൾ പല ലേഖനങ്ങളിലൂടെ ദൈവം വിളിച്ചിരിക്കുന്ന വിളിയുടെ പ്രാധാന്യതയും ആ വിളിയുടെ പൂർത്തീകരണത്തിൽ എത്താനായിട്ട് നമ്മൾ യോഗ്യതയുള്ളവരായി തീരേണ്ടത് എങ്ങനെയാണെന്നും ഇനിയുള്ള നാളുകളിൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ആ വിളിക്ക്, ദൈവത്തിന്റെ വിളി, അതിന് യോഗ്യമാവണ്ണം നാം നടക്കണം എന്ന് പൗലോസ് പറയുകയാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഈ 4-ാം അധ്യായം എഫേസ്യർക്ക് ലേഖനം 1 മുതലുള്ള വാക്യങ്ങൾ താൻ പറഞ്ഞത്. 2-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പൗലോസ് പറയുകയാണ് എങ്ങനെയാണ് ദൈവത്തിന്റെ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കേണ്ടത്. 1, പൂർണ്ണ വിനയത്തോടെ, വിത്ത് ഓൾ ലോലിനെസ് നമ്മൾ ദൈവമുമ്പാകെ നടക്കണം എന്ന് പറയുകയാണ്. നമ്മൾ പൂർണ്ണമായ ഒരു വിനയത്തോടെ, ഈ വിനയം എന്ന് പറയുമ്പോൾ പല വിധത്തിലാണ്. നമ്മൾ മനുഷ്യരെ വിനയപൂർവ്വം നിൽക്കുന്ന അനേകം മനുഷ്യരെ നമ്മൾ കാണാറുണ്ട്. ബാഹ്യമായ ഒറ്റ നോട്ടത്തിൽ വളരെ ഭവ്യതയോടെ, വളരെ താഴ്മയോടെ, വളരെ ഒരു വിനയഭാവത്തോടുകൂടെ വിനീതമായി കൂപ്പുകൈകളുമായി നിൽക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷേ നമ്മൾ കുറെ കൂടെ അടുത്തടുത്ത് ചെല്ലുന്തോറും മനസ്സിലാക്കാനായിട്ട് കഴിയും ഈ പുറമേ കാണുന്ന വിനയ മനോഭാവങ്ങളല്ല ആഴത്തിൽ ഉള്ളത് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ക്രൈസ്തവ സഭയോട്, തെസ്സലോനിക്ക സഭയ്ക്ക് വേണ്ടിയിട്ട് അവർ ദൈവത്തിന് യോഗ്യമാവണ്ണം വിളിക്ക് യോഗ്യമാണ് നടക്കണമെന്ന് പറയുമ്പോൾ തന്നെ എഫേസ്യ ലേഖനത്തിൽ എങ്ങനെയാണ് നടക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു ദൈവ പൈതൽ അവൻ പൂർണ്ണമായും വിനയഭാവത്തോടുകൂടെ നടക്കണം. ഈ വിനയഭാവം എന്ന് പറയുന്നത് നമ്മൾ ചെരിപ്പിടാതെ നടക്കുന്നതോ, അല്ലെങ്കിൽ വെള്ളയും ധരിച്ച് നടക്കുന്നതോ, അല്ലെങ്കിൽ നമ്മളുടെ സംസാര ഭാവത്തിൽ വരുന്ന ചെറിയ ഭൗതികമായ മാറ്റങ്ങളോ ബാഹ്യതലങ്ങളുണ്ടായ മാറ്റങ്ങൾക്ക് അപ്പുറമായി ആഴമായി ഉള്ള ഒരു ദൈവിക സ്വഭാവമാണ് അവന്റെ ഉള്ളിൽ നിന്ന് ഉരുവായി വരേണ്ട അഭിനയങ്ങളല്ല, നാട്യങ്ങളോടെയല്ല, നിഷ്കളങ്കമായ ഒരു ഭാവത്തോട് ഉണ്ടാകേണ്ട വിനയം. ഈ വിനയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ താഴ്മയെക്കുറിച്ച് സെന്റ് അഗസ്റ്റിൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വളരെ മനോഹരമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഇറ്റ് വാസ് പ്രൈഡ് ദാറ്റ് ചേഞ്ച്ഡ് ഏഞ്ചൽസ് ഇൻടു ഡെവിൾസ്. ഇറ്റ് വാസ് പ്രൈഡ് ദാറ്റ് ചേഞ്ച്ഡ് ഏഞ്ചൽസ് ഇൻടു ഡെവിൾസ്. ഇറ്റ് ഈസ് ഹ്യൂമിലിറ്റി ദാറ്റ് മേക്ക് മെൻ ആസ് ഏഞ്ചൽസ് എന്നാണ്. അതായത് ദൈവദൂതന്മാരുടെ ആ ഒരു അഹങ്കാരം, അവരുടേതാകുന്ന അഹങ്കാരം അവരെ പിശാചുക്കളാക്കി മാറ്റി. എന്നാൽ മനുഷ്യന്റെ താഴ്മ അവരെ ദൈവത്തിന്റെ ദൂതന്മാരാക്കി മാറ്റുന്നതാണ്. ദൈവദൂതന്മാരുടെ അഹങ്കാരം അവരെ പിശാചുക്കളാക്കി മാറ്റിയെങ്കിൽ മനുഷ്യന്റെ താഴ്മയും വിനയവും അവനെ ദൈവദൂതന്മാർക്ക് തുല്യരാക്കി മാറ്റുന്നു എന്നാണ് സെന്റ് അഗസ്റ്റിൻ പറയാൻ തക്കൊണ്ട് ഇവിടെയായിത്തീർന്നു. അപ്പൊ ഈ ഒരു വിനയത്തെക്കുറിച്ച് പ്രസംഗിക്കാം, വിനയത്തെക്കുറിച്ച് എഴുതാം, വിനയം അഭിനയിക്കാം. പക്ഷെ അതുണ്ടാകേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നുമാണ്. ആ ഒരു അനുഭവത്തോടെ നടക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ദൈവത്തിന്റെ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ നോക്കുക, രണ്ടാമതായിട്ട് പറയുന്നത് സൗമ്യതയോടെ, 4-ാം അധ്യായം തന്നെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ പൂർണ്ണ വിനയത്തോടും പിന്നെ സൗമ്യതയോടും കൂടെ നടക്കുക, മീക്നെസ് എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഒന്ന് ഒരു ലോലിനെസ്, രണ്ടാമത്തേത് സൗമ്യത. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് പോകുന്നത് കാണാനായിട്ട് സാധിക്കും.
സൗമ്യത എന്ന് പറയുമ്പോൾ സ്വാർത്ഥതയില്ലാത്തവനും മറ്റുള്ളവരുടെ നന്മയ്ക്കായി സ്വയം രണ്ടാം സ്ഥാനത്ത് തുടരാനും സ്വയം സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് സൗമ്യതയുള്ളവൻ എന്ന് ആത്മീയമായി പറയാൻ കഴിയും. അതായത് മറ്റുള്ളവർക്ക് സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവരുടെ വളർച്ചയ്ക്കു വേണ്ടി താൻ സ്വയം ചെറുതാകാൻ, തന്റെ സ്ഥാനം മാറ്റി മറ്റൊരാൾക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുവാൻ, രണ്ടാം സ്ഥാനത്താകുന്നതിലും വേറൊരാളിന് നന്മ വരുമെങ്കിൽ ഞാൻ ആ സ്ഥാനത്ത് മാറിക്കൊടുക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു അളവിലേക്ക് വരുന്ന ഒരു സ്വാഭാവികമായിട്ടുണ്ടാകുന്ന, നിഷ്കളങ്കമായിട്ടുണ്ടാകുന്ന ഒരു മനോഭാവമുള്ളവനെയാണ് ആത്മീയമായും സൗമ്യതയുള്ളവനെന്ന് പറയാൻ കഴിയുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്തുകൊണ്ടാണ് മത്തായി സുവിശേഷം എഴുതുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്.